ഹലോ, നമുക്ക് കുറച്ച് കളർഫുൾ ചപ്പാത്തി ഉണ്ടാക്കിയാലോ? കുറച്ചെന്ന് വെച്ചാൽ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ കഴിക്കാനും ബാക്കി ഫ്രീസ് ചെയ്ത് വെക്കാനും. ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കാൻ തോന്നിയ മാവൊക്കെ ഇരുന്ന് കുഴക്കാന്ന് വെച്ചാൽ പറ്റുന്ന കാര്യമല്ലോ ആണോ? പിന്നെന്ത് ചെയ്യും? ഫ്രോസൺ ചപ്പാത്തി വാങ്ങി ഒന്നോ രണ്ടോ ചൂടാക്കി അങ്ങ് കഴിക്കും. ഇതിപ്പോ ഹെൽത്തി ആവാന്ന് തീരുമാനിക്കുകയും ചെയ്തു. അല്ല, നമ്മളെന്തിനാ വെറുതെ ഈ പ്രിസർവേറ്റീവ്സ് ഒക്കെ കഴിക്കുന്നത്? കുറച്ചധികം ചപ്പാത്തിയും ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെച്ചാൽ ആവശ്യത്തിനെടുത്ത് കഴിക്കാലോ. ഇന്നൊരു വെറൈറ്റിക്ക് ബീട്രൂട്ട് ചപ്പാത്തിയാണ് ട്രൈ ചെയ്യുന്നത്. ഗോതമ്പ് പൊടിയിലേക്ക് ബീട്രൂട്ട് പ്യൂരിയും കൂടെ ചേർത്ത് ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം. ഇത് ഒരേ വലുപ്പമുള്ള കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി എടുക്കണം. കണക്കെന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിരിക്കണം. ഓരോ ചപ്പാത്തി നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം. ഇപ്പൊ കഴിക്കാനുള്ള 2-3 ഞാൻ ചുട്ടെടുത്തു. വേണമെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യാട്ടോ. നല്ല രസമാണ് കാണാൻ, നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ചപ്പാത്തി ഉണ്ടാക്കൽ ഒരു മെനക്കെട്ട പരിപാടി തന്നെയാ. എത്ര ടൈമാ എടുക്കുന്നത്? പകുതി ചപ്പാത്തി ഹാഫ് കുക്ക്ഡ് ആയിട്ടാ സ്റ്റോർ ചെയ്യുന്നത്. 2 വശവും ഒരു 10 സെക്കൻഡ് വീതം ചുട്ടെടുത്തിട്ട് ചൂടാറിയതിനു ശേഷം വേണം സ്റ്റോർ ചെയ്യാൻ. കുക്ക് ചെയ്യാത്ത ചപ്പാത്തി ആണെങ്കിൽ അല്പം പൊടി കൂടി വിതറിയിട്ട് വേണം ലെയർ ചെയ്യാൻ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പിന്നെ ഫ്രീസറിൽ വെക്കുമ്പോൾ പേരും നാളും എഴുതാൻ മറക്കണ്ട. അപ്പൊ ശരി, ഈറ്റ് ബെറ്റർ ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു.